ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. നിങ്ങളുടെ നാട്ടിലെന്താ പറയുകയെന്നറിയില്ല. നമ്മളിങ്ങോട്ട് കപ്പ ബിരിയാണി, പിന്നെ ഇറച്ചി കൊട്ടിട്ട് വെച്ചത് എന്നെല്ലാം പറയും. അതാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോയി കടയിൽ നിന്ന് ഇറച്ചിക്കൊട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി നല്ല വൃത്തിക്ക് മഞ്ഞൾപ്പൊടിയിലിട്ട് അടിപൊളിയായിട്ട് കഴുകി ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ കുറേയായി കുട്ടികളെല്ലാം പറയുന്നു ഇങ്ങനെ കപ്പ ബിരിയാണി തിന്നണമെന്ന്. അങ്ങനെ കൊണ്ടുവന്നതാണ്. കപ്പയും വാങ്ങി കടയിൽ നിന്ന് തന്നെ പാടും. നല്ല നാടൻ കപ്പ കിട്ടീന്. പിന്നെ എൻ്റെ വൈഫും ഉണ്ട് കൂടെ സഹായത്തിന്. അവളാണ് ഇതെല്ലാം വേടുന്ന ചേരുവകളും ചേർക്കുന്നു. ആദ്യമായിട്ട് ഉപ്പിട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ അതിൻ്റെ കൊത്തമല്ലി പൊടിയിട്ട് അങ്ങനെയെല്ലാം റെഡിയായിക്കൊണ്ട് അതിൻ്റെ മസാല ചേരുവകളെല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നന്നായിട്ട് ഇത് മസാലയിലിട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണ്ടുന്ന പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാനപ്പോഴത്തേക്ക് എല്ലാം കപ്പയെല്ലാം വെട്ടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കപ്പ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെല്ലാം ഉണ്ട് ഇവിടെ തന്നെ, സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നല്ലോണം കപ്പ കുറച്ച് കൂടുതൽ വാങ്ങി കൊട്ടും അതുപോലെ തന്നെ ഉണ്ട്. നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് അതിൻ്റെ മുറിച്ചിടുന്നുണ്ട്. ഞാനാണ് മുറിച്ചിടുന്നത്. അപ്പോഴത്തേക്ക് ഇറച്ചീൻ്റെ കൊട്ടിറച്ചി അവൾ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാൻ പോകുന്നുണ്ട്. ഇത് നമ്മളെ ഇനയുണ്ട്, അനിയൻ്റെ മോൾ ഇന ഷസ്നയുണ്ട്. ഇവിടെ സ്കൂളില്ലാതുകൊണ്ട് വന്നതാണ്. പിന്നെ സാരിയും ചെപ്പും ഉണ്ട്, അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഇനയാന്ന് കൂടെ വന്ന് നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അവരെ വിചാരിക്കുന്നത് നല്ല അടിപൊളി ബിരിയാണിയാണെന്നാണ് വിചാരിക്കുന്നത്, കപ്പ ബിരിയാണിയാന്ന്. ഞാൻ ഇറച്ചി കൊണ്ടുവന്നേരം തന്നെ ചോദിച്ചിനി കുട്ടികൾ ഇതെന്താ സംഭവം. ഞാൻ പറഞ്ഞു നല്ല കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അവർക്ക് എന്താ സംഭവം തിന്നിട്ടില്ല. ഇത് കൊട്ടനെ കൊണ്ട് ഇങ്ങനെ ആക്കുന്നതൊന്നും അവരറിയില്ല. അതെന്താ സ്പെഷ്യൽ ബിരിയാണി എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. നന്നായിട്ട് ഇതെല്ലാം മുറിച്ചിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇറച്ചി വെച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ അവിടെ എങ്ങനെ മഴയെല്ലാം ഉണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ? നമ്മളെ ഇടയിലും നല്ല മഴയാണ്. ഇന്ന് കുറച്ച് ആച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. വയനാട് ദുരന്തമെല്ലാം നിങ്ങളെല്ലാം അറിഞ്ഞതല്ലേ. പിന്നെ ഭയങ്കര ഉരുൾപൊട്ടി, കുറേ ആളെല്ലാം പോയി. എന്താ ചെയ്യുക, നമ്മളെ നാട്ടിൽ അതുപോലെ അവസ്ഥയൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഉമ്മയുണ്ട് അപ്പുറം ഇരുന്നിട്ട്. ഞാൻ നന്നായിട്ട് ഇതെല്ലാം മുറിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാലി വന്നിട്ട് പച്ചയെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അവന് മരക്കേങ്ങ് അതിൻ്റെ അകത്ത് ഇട്ട് കേട്ടാ, കൊട്ടിലേക്ക് ഇട്ട്, കൊട്ടിറച്ചിയിലേക്ക് മരക്കേങ്ങ് ഇട്ട്, പിന്നെ ബാക്കിയുള്ള തേങ്ങയെല്ലാം. അപ്പോൾ അങ്ങനെ പതക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചേരുവകളെല്ലാം മിക്സിയിലിട്ട് അരച്ച് റെഡിയായിട്ടുണ്ട്. ഇനി അതും കൂടി ആയാൽ സംഭവം ഓക്കെയായി, പൊളിയാവും. ഇതായി വിളമ്പാൻ തുടങ്ങി. ഓക്കെ, എല്ലാം കലക്കിപ്പുറത്ത് നമ്മൾ തിന്നാൻ തുടങ്ങി. ഇനി അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ മഞ്ചി അതെല്ലാം എടുത്ത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.